ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. IMS അമ്മയുടെ നടയിൽ നിന്ന് സ്നേഹവന്ദനങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. മനുഷ്യനെ മനസ്സിലാക്കുവാൻ വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഭാരതീയ ഋഷിവര്യന്മാർ കണ്ടെത്തിയത് മനുഷ്യൻ ഒരു ആധ്യാത്മിക ജീവിയാകുന്നു എന്നുള്ള മഹാരഹസ്യമാണ്. ഭക്ഷണം, പ്രജനനം, വിശ്രമം ഇവയിൽ കവിഞ്ഞ ആഗ്രഹങ്ങളൊന്നും മൃഗങ്ങൾക്കില്ല. എന്നാൽ മനുഷ്യന് ഭൗതികമായതൊന്നും തൃപ്തി നൽകുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെ രഹസ്യം? മറ്റ് ജീവികൾക്കുള്ള അന്നമയ, പ്രാണമയ, മനോമയ കോശങ്ങൾക്ക് പുറമെ ജ്ഞാനമയ കോശമെന്നും ആനന്ദമയ കോശമെന്നും ഉള്ള രണ്ട് സവിശേഷ കോശങ്ങൾ കൂടി മനുഷ്യനുണ്ടെന്ന് തൈത്തിരി ഉപനിഷത്ത് പറയുന്നു. കലകളുടെയും ശാസ്ത്രങ്ങളുടെയും ഇരിപ്പിടമാണ് ജ്ഞാനമയ കോശം. ആധ്യാത്മിക അനുഭൂതികളുടെ പരകോടിയായ ബ്രഹ്മാനന്ദം മുളയെടുത്ത് വരുന്നത് ആനന്ദമയ കോശത്തിലാണ്. നരജന്മത്തിൻ്റെ പരമലക്ഷ്യം ഈശ്വര സായുജ്യം അഥവാ ബ്രഹ്മാനന്ദ അനുഭവമാണ്. ഉപനിഷത്തുകൾ പറയുന്നു, മനുഷ്യ മനസ്സിൽ ദൈവത്തിനായുള്ള ഒരു ദാഹം എപ്പോഴും ഉണ്ടാകും. സങ്കീർത്തകൻ പറയുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? സങ്കീർത്തനം 42:1-2. മനുഷ്യൻ്റെ ആന്തരിക ദാഹം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവനിലെ ആധ്യാത്മിക വിരസത വിട്ടകലും. അപ്പോഴുണ്ടാകുന്ന ആത്മീയ ഉണർവ് അവനെ സന്തോഷത്തിലേക്ക് നയിക്കും. നിസ്വാർത്ഥ സേവനത്തിലൂടെ സഹചർക്ക് ആശ്വാസമേകുന്ന വ്യക്തികൾക്ക് സ്വന്തം ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും ഉണ്ടായിരിക്കും. റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായ ജോ റോക്ക് ഫെല്ലറുടെ ജീവിതം ഇത് വ്യക്തമാക്കുന്നു. കോടീശ്വരനായിരുന്നു റോക്ക് ഫെല്ലർ. 53 വയസ്സുവരെ സ്വന്തം സുഖവും സന്തോഷവും അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഭൗതിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ആ ജീവിതത്തിൽ സഹചരെ സഹായിക്കുവാനായിട്ട് തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനെ പോലും സഹായിക്കാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഫലമായി എല്ലാവരും അദ്ദേഹത്തെ വെറുത്തു. ഇളയ സഹോദരൻ പോലും അദ്ദേഹത്തെ വെറുത്തു. അദ്ദേഹം 53-ാമത്തെ വയസ്സിൽ ഒരു രോഗിയായി തീർന്നു. ഭക്ഷണം കഴിക്കാനോ ഉറങ്ങുവാനോ കഴിയാതെ അദ്ദേഹം തീർത്തും അവശനായി. ആശ്വസിപ്പിക്കുവാനായി ആരും വന്നില്ല. പരിചരിക്കുവാനായിട്ട് ആരെയും കിട്ടിയില്ല. ചികിത്സിച്ചിരുന്ന ഡോക്ടർ അവസാനം ഒരു പുതിയ ചികിത്സാക്രമം വിധിച്ചു. അതെന്തായിരുന്നു? പണത്തെപ്പറ്റി വിചാരിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട, മറ്റുള്ളവരോട് കൂടുതൽ അനുഭാവത്തോടുകൂടെ പെരുമാറുക. ഈ ഉപദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കും എന്ന്. തൻ്റെ സമ്പത്ത് മുഴുവനും മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട് ചിലവഴിക്കും എന്നുള്ളൊരു തീരുമാനം. ആ തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുവാനായിട്ട് തുടങ്ങി. മനുഷ്യരുടെ ആരോഗ്യത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ സമ്പത്ത് ചിലവഴിക്കുവാനായിട്ട് തുടങ്ങി. ക്ഷയം, മലമ്പനി, കോളറ തുടങ്ങിയ മഹാരോഗങ്ങളെ ചികിത്സിക്കുവാനായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് അദ്ദേഹം ഏറെ സഹായിച്ചു. അനേകരുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം സൗഖ്യമായിട്ട് കടന്നു വന്നു. ഏതെല്ലാം വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാമോ അത്രയും സഹായിച്ചു. ഈ പുതിയ ജീവിതം അദ്ദേഹത്തിന് ഒരു പുതിയ ഉന്മേഷവും ഉണർവും നൽകി. സംതൃപ്തിയും
പ്രദാനം ചെയ്തു. രോഗങ്ങൾ വിട്ടകന്നു. മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും നൽകിയപ്പോൾ റോക്ക് ഫെല്ലറുടെ ശരീരത്തിന് സുഖം ലഭിച്ചു, മനസ്സിന് സന്തോഷം ലഭിച്ചു. 53-ാമത്തെ വയസ്സിൽ മരണശൈലിയിൽ കിടന്നിരുന്ന റോക്ക് ഫെല്ലർ ആരോഗ്യ ദൃഢഗാത്രനായി 98 വയസ്സ് വരെ ജീവിച്ചു. സംഗീതകൻ ചോദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 42:11. നെടുവീർപ്പും വിഷാദവും ഒക്കെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ മാറിപ്പോകുന്നു. അത് സന്തോഷത്തിലേക്ക് ആനയിക്കുന്നു. 2 ചിറകുകളും നന്നായിട്ട് ചലിക്കുമ്പോഴാണ് ഒരു പക്ഷിക്ക് പറന്നുയരുവാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസവും പ്രത്യാശയും ആകുന്ന 2 ചിറകുകൾ സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിൽ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ പറന്നുയരുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്കും പൂർണ്ണ സന്തോഷത്തിലേക്കും കടന്നു വരാൻ സാധിക്കും. അതോടൊപ്പം ഈ ലോകം സന്തോഷത്തിൻ്റെ ലോകമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതിനുള്ള കൃപാവരം IMS നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അമ്മയുടെ സഹായം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. IMS കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കും. നിങ്ങളെ പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും ഉപവിയുടെ മാർഗങ്ങളിലേക്കും നയിക്കും. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.